ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അത് നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സ്പോർട്സ് പരമായ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ദേശീയ കായിക ദിനം എന്നാണ് ഓഗസ്റ്റ് 29. നാഷണൽ സ്പോർട്സ് ഡേ ഓഗസ്റ്റ് 29. ബർത്ത് ആനിവേഴ്സറി ഓഫ് ധ്യാൻ ചന്ദ്, അതായത് ജന്മവാർഷികം, അതായത് ധ്യാൻ ചന്ദിൻ്റെ ജന്മവാർഷികമായ ഓഗസ്റ്റ് 29 എന്ത് ചെയ്യുന്നു? ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നു. അതുപോലെ തന്നെ ഇനി നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് പറയുകയാണ്. ഫുട്ബോളിൻ്റെ ജന്മദേശം എവിടെയാണെന്ന് അറിയാം. ഫുട്ബോളിൻ്റെ ജന്മദേശം എവിടെയാണ്? ബ്രസീലാണ്. ബർത്ത് പ്ലേസ് ഓഫ് ഫുട്ബോൾ, ആൻസർ ബ്രസീൽ. ബർത്ത് പ്ലേസ് ഓഫ് ഫുട്ബോൾ, ആൻസർ ബ്രസീലാണ്. അതുപോലെ ഫുട്ബോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണിത് ഫിഫ. ഏതാണ്? ഫിഫ. ഒരു ഫുട്ബോൾ ഈസ് കൺട്രോൾഡ് ബൈ ദ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫിഫ. അതുപോലെ പറയുകയാണെങ്കിൽ ഒരു ഫുട്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? ഒരു ഫുട്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം 11. നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഓഫ് ഫുട്ബോൾ ടീം, ആൻസർ 11. 11 പേരാണ് ഒരു ഫുട്ബോൾ ടീമിലുള്ളത്. ഫുട്ബോളിൻ്റെ സമയ ദൈർഘ്യം എത്രയാണ്? 1.5 മണിക്കൂറാണ് കേട്ടോ. ടൈം ഡ്യൂറേഷൻ ഓഫ് ഫുട്ബോൾ, ആൻസർ 1.5 hour ഓർ 90 മിനിറ്റ്, 90 മിനിറ്റ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സന്തോഷ് ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സന്തോഷ് ട്രോഫി റിലേറ്റഡ് ടു ഫുട്ബോൾ. അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ്? IM വിജയനാണ്. IM വിജയൻ ഈസ് നോൺ ആസ് ബ്ലാക്ക് പേൾ ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ. IM വിജയൻ ഈസ് നോൺ ആസ് ബ്ലാക്ക് പേൾ ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ. അതുപോലെ തന്നെ GV രാജ കേട്ടോ. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? GV രാജയാണ്. ആരാണ്? GV രാജയാണ്. GV രാജ സ്പോർട്സ് സ്കൂൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണെന്നറിയാമോ? GV രാജ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. GV രാജ സ്പോർട്സ് സ്കൂൾ ലൊക്കേറ്റഡ് അറ്റ് ട്രിവാൻഡ്രം അല്ലെങ്കിൽ തിരുവനന്തപുരം. അതുപോലെ തന്നെ കബഡിയുടെ ജന്മദേശം എവിടെയാണ്? കബഡിയുടെ ജന്മദേശം ഇന്ത്യയാണ്. എവിടെയാണ്? ഇന്ത്യയാണ്. ഒരു കബഡി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? കബഡി ടീമിലെ കളിക്കാരുടെ എണ്ണം 7 ആണ്. എത്രയാണ്? 7 ആണ്. നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഓഫ് കബഡി ടീം 7 ആണ്. 7 പേരാണ് കബഡി ടീമിലെ കളിക്കാരുടെ എണ്ണം. ഒരു ചെസ് ബോർഡിലെ കളങ്ങളുടെ എണ്ണം എത്രയാണ്? 64 കളങ്ങൾ കേട്ടോ. 64 കളങ്ങളാണുള്ളത് ചെസ് ബോർഡിലുള്ളത്. ഗ്രാൻഡ് ചെസ് മാസ്റ്റർ എന്നറിയപ്പെടുന്ന ആരെയാണ്? വിശ്വനാഥൻ ആനന്ദനെയാണ്. ആരെയാണ്? വിശ്വനാഥൻ ആനന്ദനെയാണ്. രാജാക്കന്മാരുടെ വിനോദം എന്നറിയപ്പെടുന്നതിനെയാണ് ചതുരംഗം അല്ലെങ്കിൽ ചെസ്സാണ് കേട്ടോ. ചതുരംഗത്തെ അല്ലെങ്കിൽ ചെസ്സിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? രാജാക്കന്മാരുടെ വിനോദം എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. ഇന്ത്യയുടെ നാഷണൽ ഗെയിം ഓഫ് ഇന്ത്യ, ആൻസർ ഹോക്കി. ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഓഫ് ഹോക്കി ടീം, ആൻസർ 11. 11 പേരാണ്. അതുപോലെ തന്നെ ഹോക്കി വിസാഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? ധ്യാൻ ചന്ദിനെയാണ്. ആരാണ്? ധ്യാൻ ചന്ദാണ് ഹോക്കി മാന്ത്രികൻ എന്ന് അറിയപ്പെടുന്നത്. ഹോക്കി മാന്ത്രികൻ ധ്യാൻ ചന്ദ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ദീപം ലോ അക്കാഡമിയിലുള്ള സ്റ്റുഡൻസ് വീഡിയോ നിർബന്ധമായിട്ടും കാണുക, അവരിത് കേട്ട് പഠിക്കുക.
അതുപോലെ തന്നെ ഞാനിങ്ങനെ പറഞ്ഞു നിർത്തി ആർക്കും വീഡിയോ കാണാവുന്നതാണ്, ആർക്കും കേട്ട് പഠിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് മത്സര പരീക്ഷകളിൽ ഉപകാരപ്പെടുന്നതാണ്. ഇപ്പം കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, തൽക്കാലം നിർത്തുവാണ്. നാളെ വേറൊരു വീഡിയോ, ദിവസം ഞാനൊരു വീഡിയോ വെച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ദിവസം ഒരു വീഡിയോ, 1 വീഡിയോ പെർ ഡേ. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുക, തുടർച്ചയായിട്ട് വീഡിയോ കാണുക. എങ്കിൽ മാത്രമേ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ.